പാലക്കാട് അകത്തേത്തറയിലെ ശബരി ആശ്രമത്തിൽ നിഖിൽ പ്രമേഷ് ഉണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ ഗാന്ധിജി സന്ദർശിച്ച ആശ്രമമാണ് ശബരി ആശ്രമം. ഈ ഗാന്ധിയൻ ചിന്തകൾ എന്തായിരിക്കണം എന്ന രീതിയിൽ ഇപ്പോഴും അത് സംരക്ഷിച്ചു പോരുന്നു ശബരി ആശ്രമം. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. ശബരി ആശ്രമത്തിൽ ഒരുപാട് ആളുകൾ എത്താറുണ്ടോ? ഗാന്ധിയൻ ചിന്തയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വരവ് കുറഞ്ഞിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്ന്? ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ കേരളത്തിൽ അദ്ദേഹം 3 തവണ സന്ദർശനം നടത്തിയ ഒരേ ഒരു സ്ഥാപനമാണ് ശബരി ആശ്രമം. ഈ എൻ്റെ പുറകിലുള്ള ഈ തെങ്ങ് ഗാന്ധിജി 1927 അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ നട്ട ഒരു തെങ്ങാണ്. അതൊന്നും വളരെ ഭംഗിയായി ഇവിടെ പരിപാലിച്ചു പോരുന്നുണ്ട്. ഒരു പ്രത്യേക കവചമൊക്കെ ഒരുക്കി. പിന്നെ എസ് കെ ചോദിച്ച കാര്യം, ഇവിടെ ഇപ്പോഴും ആളുകൾ എത്താറുണ്ടോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രാർത്ഥന നടക്കുന്നുണ്ട് അല്പസമയത്തിനകം. ഇപ്പോഴും ഗാന്ധി ദർശനങ്ങൾ തേടി, അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെ തേടി ഒരുപാട് അധികം ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. 3 തവണയാണ് ഗാന്ധിജി ഈ ശബരി ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒന്ന് 1925-ലും പിന്നീട് 27-ലും 1934-ലും 3 തവണ അദ്ദേഹം പ്രത്യേകിച്ച് ആഹ്വാനങ്ങളൊന്നുമില്ലാതെ എത്തിച്ചേർന്ന ഒരിടമാണ് ശബരി ആശ്രമം. അതിനൊരു കാരണമുണ്ട്. കാരണം അത് ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞാണ്, ഈ സ്ഥാപനം നടപ്പാക്കുന്ന ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാണ് ഈ ശബരി ആശ്രമത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹവും കസ്തൂർബ ഗാന്ധിയും എത്തിച്ചേർന്ന ഈ ഗാന്ധി കുടീർ ഇപ്പോൾ ഒരു പ്രാർത്ഥനാ മുറിയായി വളരെ ഭംഗിയായി പരിപാലിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. ഗാന്ധി ദർശനങ്ങൾ തേടിയെത്തുന്ന ആളുകൾക്ക് ഇവിടെ കാണാനും പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം 27 സന്ദർശന വേളയിലാണ് ഇവിടെ ഒരു തെങ്ങ് നടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമുക്കിതിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ 3 തവണ അദ്ദേഹം വന്ന് പവിത്രമായ ഈ ഒരു പ്രാർത്ഥനാ മുറി നമുക്ക് കാണാൻ കഴിയും. സ്കൈൻ അല്പസമയത്തിനകം തന്നെ ഇവരുടെ പ്രാർത്ഥനകളും മറ്റും ആരംഭിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഭാരവാഹികൾ എല്ലാവരും തന്നെ അറിയിക്കുന്നത്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു ഇടമാണ് ഇത്. കാരണം 3 തവണ ഗാന്ധി പ്രത്യേകിച്ച് ആഹ്വാനങ്ങളൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു ക്ഷണം പോലും ഇല്ലാതെ ഇവിടേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇടമാണ് ഈ ഗാന്ധി കുടീർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. ശബരി ആശ്രമം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ പ്രാർത്ഥനകൾ ആരംഭിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു ദിനത്തിൽ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിലോ ഗാന്ധി ജയന്തി ദിനത്തിലോ ഒന്നും മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും മറ്റും നടക്കുന്നത്. ഗാന്ധി ഓർമ്മകൾ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഇടമാണിത്. ഈ ഐത്തത്തിനൊക്കെ എതിരെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഒപ്പം, മറ്റുള്ള കുട്ടികൾക്കൊപ്പം തന്നെ ഇരുന്ന് പഠിക്കാൻ എന്നുള്ള ഒരു ആശയത്തിലാണ്, ആ ഒരു കൺസെപ്റ്റിലാണ് സത്യത്തിൽ ഈ ശബരി ആശ്രമം തന്നെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനം രൂപപ്പെട്ടതും. അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞാണ് ഗാന്ധിജി 3 തവണ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത്രമേൽ പവിത്രമായൊരിടത്തെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഒരുപക്ഷെ AK ബാലൻ മന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് പദ്ധതികളൊക്കെ ഈ ശബരി ആശ്രമത്തിന് വേണ്ടി നൽകിയിട്ടുമുണ്ട്. അത് വളരെ മികവോടുകൂടി അതിപ്പോൾ പരിപാലിച്ചു പോരുന്നുമുണ്ട്. സ്കേൻ.